അതുപോലെ 13 സിനിമകളിലൊക്കെ അഭിനയിച്ച സുരാജേട്ടൻ ആദ്യമായിട്ട് നിർമ്മിക്കാൻ പോകുന്ന സിനിമയാണ്. അപ്പോൾ തീർച്ചയായും സുരാജൻ ആദ്യമായിട്ടൊരു സിനിമ നിർമ്മിക്കുമ്പോൾ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്താൽ തീർച്ചയായും ഒരു പ്രത്യേകത ഉണ്ടാവും അല്ലേ? അപ്പൊ എന്താണ് ആ ഒരു പ്രത്യേകത? അത് ഇതിന്റെ ഉത്തരം പറയേണ്ടത് സുരാജേട്ടൻ പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ സുരാജേട്ടൻ എങ്ങനെ 100-250 അല്ലെങ്കിൽ 300 സിനിമ ചെയ്ത ഒരാൾ ഈ സിനിമ തിരഞ്ഞെടുക്കുന്നു, അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത. അപ്പൊ നല്ലൊരു കൈ കൊടുക്കാം അല്ലേ സംവിധായകൻ ശ്രീ ആമീർ ഖാലിക്ക്. ഇനി നമുക്ക് ചിത്രത്തിന്റെ നിർമ്മാതാക്കളെയാണ് സ്വാഗതം ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാൻ കഴിഞ്ഞ ഒരു ദശാബ്ദം കൊണ്ട് ഒരു ഗുഡ് മോർണിംഗ്. വളരെയധികം സന്തോഷം. ഞങ്ങൾ ഇങ്ങനെ ഒരു കൊച്ചു സിനിമ ഞങ്ങൾ പ്രേക്ഷകരുടെ അടുത്ത് നല്ല രീതിയിൽ എത്തിക്കാനായിട്ടുള്ള എല്ലാവിധ ഡ്രാമകളും കളിക്കുക എന്നുള്ളത് സുരാജേട്ടൻ്റെ ഒരു ഐഡിയ ആണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഏതൊക്കെ വേഷത്തിൽ വന്നു കഴിഞ്ഞാലും ഈ പടത്തെ ആളുകളുടെ ഇടയിലേക്ക് നോട്ട് ചെയ്യിക്കുക. അങ്ങനെ ക്രിസ്മസിന് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്, പല ഭാഷകളിലുള്ള സിനിമകൾക്കും വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒപ്പം വരുന്ന ഒരു സിനിമയാണ് ED എന്നുള്ള സിനിമ. അപ്പം ED എന്ന് പറയുന്ന കൊച്ചു സിനിമ ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനത്തെയുള്ള കൊച്ചു കൊച്ചു ഡ്രാമയ്ക്കൊക്കെ മുതിർന്നത്. എനിക്ക് വളരെയധികം സന്തോഷം. സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ലാസ്റ്റ് പ്രൊമോഷൻ പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പ്രസ് മീറ്റ് എന്ന് പറയുന്നത്. സോ വളരെയധികം സന്തോഷം. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ എല്ലാവരും കൂടെ ഇതിൻ്റെ വിവിധതരം ഇൻ്റർവ്യൂകളും പ്രൊമോഷൻ പരിപാടികളിലെല്ലാം പോയി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പറ്റുന്ന ആർട്ടിസ്റ്റുകളെല്ലാം പോയി പങ്കെടുക്കും. ഞങ്ങൾ ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടെന്നുള്ള ഒരു കാര്യം എല്ലാവരെയും മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രൊഡക്ഷൻ ഹൗസായ മാജിക് ഫ്രെയിംസിൻ്റെയും വിലാസിനി സിനിമാസിൻ്റെയും ഒരു തോന്നൽ. അത് ഞങ്ങൾ നല്ല രീതിയിൽ നിർവഹിച്ചിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ സിനിമ ARM എന്ന് പറയുന്ന സിനിമ ഒരു വലിയ ഹിറ്റായി മാറി, ഒരു വലിയ ക്യാൻവാസിലുള്ള സിനിമയാണ്. അപ്പോൾ ഈ ഒരു കൊച്ചു സിനിമ ഒരു വലിയ സിനിമയായി മാറുമെന്നുള്ള ഒരു ബോധ്യം, പൂർണ്ണമായ ബോധ്യം ഞങ്ങൾക്ക് ഉള്ളിലുണ്ട്. ഇനി എല്ലാവരും സംസാരിക്കാനായിട്ടുണ്ട്. ഈ രാവിലെ ഇവിടെ വന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി പറയുന്നു. താങ്ക് യു. സുരാജേട്ടൻ നല്ല ഡീസന്റ് ആയിട്ട് എക്സ്ട്രാ ഡീസന്റ് ആയിട്ടുണ്ടല്ലോ. അതെ, ഡീസന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കല്ല. അപ്പോൾ നമ്മളെല്ലാവരും കോട്ട് വിട്ടുകൊണ്ടിരുന്ന് പോരാൻ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം, നന്ദി. രാവിലെ തന്നെ എത്തിയതിൽ പറഞ്ഞ പോലെ നേരത്തെ ആമീറിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ വിലാസിനി സിനിമയോടെ ചേർന്ന് നിർമ്മിക്കാനായിട്ട് ഒരു കാരണം. അത് ശരിക്കും ആമീർ വന്ന് ഈ കഥ എന്നോട് ഫസ്റ്റ് അതിൻ്റെ ഒരു ചെറിയൊരു രൂപം പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കഥയും കഥാപാത്രവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് പറയേണ്ടതാണെന്ന് തോന്നി. അപ്പോൾ തന്നെ ചോദിച്ചു പ്രൊഡ്യൂസർ കൂടെ ഉണ്ടോ? അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിർമ്മിക്കുകയാണ്. എന്തായാലും വളരെ മനോഹരമായി വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. പിന്നെ സൈക്കോ ആണെന്ന് ചോദിച്ചു അല്ലേ? ഇത് സൈക്കോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. അതായത് ഓരോ മനുഷ്യരുടെയും ജീവിത സാഹചര്യമാണ് അവരുടെയൊക്കെ മാനസിക നില ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ കാണുമ്പോൾ ഇങ്ങനെ സൈക്കോ ആണെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. പിന്നെ ആരും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. പെർഫെക്റ്റ് മാൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലല്ലോ. അതായത് എല്ലാ മനുഷ്യരിലും അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഉണ്ട്. അതിൻ്റെ ഹൈ അല്ല, ചിലപ്പോൾ ലോ രൂപം എന്ന് പറയുന്നത് വലിയൊരു വൃത്തികെട്ട അവസ്ഥയാണ്. ആ അവസ്ഥയെ ചിലപ്പോൾ നമുക്ക് സൈക്കോ എന്നൊക്കെ പറയാം, തോന്നിപ്പിക്കാം. എന്തായാലും ഈ സിനിമയിലെ പ്രൊഡ്യൂസറാണ്, അതുപോലെ നായകനാണ്. ഏത് റോളാണ് എളുപ്പം? എനിക്ക് എളുപ്പം ആക്ടിങ് തന്നെയാണ്. മറ്റത് ഞാൻ നോക്കേണ്ടി വന്നില്ല. ഞാൻ പയ്യനെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും സുരാജേട്ടൻ്റെ ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സൈക്കോ ബിനു എന്താണ്? സോറി, സൈക്കോ എന്ന് തോന്നിപ്പിക്കുന്ന ബിനു എന്താണ് ബിനുവിന്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. ആ ഒരു ജീവിത സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ അവരുടെ മനസ്സിൽ മാറുന്ന സമയത്ത് സൈക്കോ ആണെന്ന് തോന്നാം എന്ന് ഞാൻ പറഞ്ഞത്. സോഡ കുപ്പി കണ്ണടയൊക്കെ വെച്ച് അതെ, ഗെറ്റപ്പ് എല്ലാം പുതിയ ഗെറ്റപ്പാണ്. പിന്നെന്താ, ഒരു 2 അപ്പിയറൻസ് ഉണ്ട്, നിങ്ങൾ അതിൽ കണ്ടുപോലെ തന്നെയാണ്. പിന്നെ മനോഹരങ്ങളായ പാട്ടുണ്ട്, ഒരു 6 പാട്ടുണ്ട്. 2 ഹിറ്റ് സോങ്ങാണ്, 4 മുഴുനീളമായിട്ടുണ്ട്. ഭയങ്കര രസമുള്ളതാണ്. അങ്കിത് മേനോൻ തകർത്തിട്ടുണ്ട്. താങ്ക് യു അങ്കിത്. വേറെന്താ, ഇതിന്റെ കഥ കൂടുതൽ പറയാൻ പറ്റില്ല. ശരിക്കും ഒരു കുടുംബത്തിൽ നടക്കുന്ന പറഞ്ഞ പോലെ
ഉള്ള ഒരു കഥയാണ്. അത് സിറ്റുവേഷൻ വൈസുള്ള ഹ്യൂമറാണ്. സൈക്കോയായ ഷമ്മിയിൽ നിന്ന് തുടങ്ങി അല്ലേ? എന്താണ് ഈ ക്യാരക്ടറിനെ കുറിച്ച്? എന്തോ സൈക്കോ കഥാപാത്രങ്ങളെ കാസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ അതിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ശീലമായി തോന്നുന്നു. ഇപ്പം ഇല്ല, അങ്ങനെയല്ല. സുരേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഇതിനെ അങ്ങനെ നമുക്ക് സൈക്കോ എന്ന് വിളിക്കാൻ പറ്റില്ല. അത് അയാളുടെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമാണ്. എല്ലാവരുടെയും അതെ, പക്ഷേ ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ഷമ്മി കാണുന്ന പോലെയൊന്നുമല്ല. സുരാജേട്ടൻ്റെ കൂടെ എനിക്ക് രണ്ടാമത്തെ പടമാണ്. നാഗേന്ദ്രൻസിലാണ് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തത്. ലിസ്റ്റിൻ്റെ കൂടെ ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ എന്തോ പോലെ. കല്യാണത്തിന് പോലും അതെ, നമ്മളിങ്ങനെ വന്ന് ഈ ഇത്രയും ഇങ്ങനെ ഇരിക്കുന്ന ഈ വൃത്തികേട് കാണുമ്പോൾ നമ്മുടെ വൃത്തികളൊന്നും ഒന്നുമല്ല. ഇത് ലിസിന്റെ ഐഡിയ ആയിപ്പോയി, ഒന്നും പറയാൻ പറ്റില്ല. പ്രൊഡ്യൂസർ വാങ്ങിയായിരുന്നോ? ഞാൻ വാങ്ങിയായിരുന്നു, ചോദിച്ചു മേടിച്ചായിരുന്നു. അതെ, എനിക്കൊന്നും പറയാൻ പറ്റില്ല, നമ്മളെ കണക്കൊന്നും തീർത്തില്ല. 20 കഴിയട്ടെ സുരേട്ടാ. അതാ ഞാൻ പ്രൊഡ്യൂസറിന്റെ ഐഡിയ ആയിപ്പോയി, ഒന്നും പറയാൻ പറ്റില്ല. ഇടണമെന്ന് പറഞ്ഞാൽ കോട്ടിടണം, അത്രേ ഉള്ളൂ. എന്തായാലും ഗ്രേസ് നല്ല എക്സ്ട്രാ ഡീസന്റ് ആയിട്ടല്ലേ? ആണോ? ആണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എനിവേ, അമീർക്കാണ് എന്നെ പടത്തിലേക്ക് വിളിക്കുന്നത്. ഞാൻ അമീർക്കയുടെ കൂടെ ഹലാൽ ലവ് സ്റ്റോറി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്നു അമീർക്ക. ഇതിന്റെ റൈറ്റർ ആസിഫ് ഖാൻ അതിലുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഒരു ഗ്രോത്ത് അതിന്റെ കൂടെ വീണ്ടും ഭാഗമാകാൻ പറ്റിയത് ആക്ച്വലി. ക്യാരക്ടറിനെ കുറിച്ച് കൂടി ക്യാരക്ടർ ഞാൻ സുരാജേട്ടന്റെ സിസ്റ്ററായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം ഭാര്യയിൽ നിന്നും സിസ്റ്ററിലേക്കാണ് ഇപ്പോൾ. നാഗേന്ദ്രനിൽ വൈഫായിരുന്നല്ലോ, ഇപ്പൊ സിസ്റ്ററായിട്ടാണ് ഇതിൽ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ രണ്ടാമത്തെ പ്രസ് മീറ്റാണ് പ്രേമലു കഴിഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ വരുന്ന ഒരു മേജർ റിലീസും കൂടെയാണ്. പറഞ്ഞാൽ അമരനാണ് വന്നത്. അപ്പോൾ പ്രേമലു കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പോഴും നമ്മളൊരു ഹിറ്റ് സിനിമയുടെ ഭാഗമായി കഴിഞ്ഞിട്ട് ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് നമുക്ക് തുടക്കം കിട്ടുമ്പോൾ അടുത്തത് നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ഭയങ്കരമായിട്ട് വരും. നമുക്ക് ഭയങ്കര പ്രഷർ വരാറുണ്ട്. അപ്പം അങ്ങനെ ഈ കഥകളൊക്കെ കേട്ടിരിക്കുന്ന സമയത്താണ് ആമീർ ബ്രോ വന്നിട്ട് ഈ കഥ പറയുന്നത്. കഥ കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഹുക്കിംഗ് ആയിട്ട് തോന്നിയൊരു കഥയായിരുന്നു. അപ്പം എന്തായാലും ഇത് ചെയ്യണം എന്ന് തീരുമാനിച്ച് അങ്ങനെ വേറെ ചില പടങ്ങളായിട്ട് ക്ലാഷൊക്കെ വന്നില്ലെങ്കിൽ ഞാൻ ഫൈനലി ഇത് തന്നെ ചാടി പിടിച്ചു. എനിക്കിത് ചെയ്യണം എന്നുള്ളൊരു, പ്രത്യേകിച്ച് സുരാജേട്ടൻ്റെ ഒരു പ്രൊഡക്ഷനായിരുന്നു. ക്രിസ്ത്യൻ ചേട്ടനും ഒരുമിച്ചുള്ള പ്രൊഡക്ഷനാണ്. പിന്നെ ഞാൻ വിനയ മാമിനൊക്കെ നമ്മൾ കൊച്ചിലെ മണിച്ചിത്രത്താഴ് കണ്ടപ്പോൾ മുതൽ നമ്മൾ അഡ്മയർ ചെയ്യുന്നൊരു ആക്ട്രസ് ആണ്. പിന്നെ ഗ്രേസ് ആണെങ്കിലും സുരാജേട്ടനാണെങ്കിലും ഞാൻ സുരാജേട്ടൻ ഫാൻ ബോയ് ആണ്. ഞാൻ ചെറുതിലെ ഈ പറഞ്ഞ പോലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മിമിക്രിയൊക്കെ ചെയ്താണ് തുടങ്ങിയത്. അന്ന് സുരാജേട്ടൻ്റെ ഷോസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് കയറുന്നത്. അപ്പോൾ ആ ഒരു ഭാഗ്യം കിട്ടി. സുരാജേട്ടൻ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിലും ഒരു നല്ല റോളിൽ എന്നെ വിളിച്ചിട്ട് താങ്ക് യു സോ മച്ച് സുരാജേട്ടൻ. അപ്പോൾ 20-ാം തീയതിയാണ് റിലീസ്. 20-ാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ താങ്ക് യു ചേട്ടാ. ബർത്ത്ഡേക്ക് സ്വന്തമായിട്ട് റിലീസുള്ള നടൻ എന്നുള്ളൊരു റെക്കോർഡും കൂടെ അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. എനിക്ക് തോന്നുന്നു ഫാമിലി ആയിട്ട് വന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. എല്ലാവരുടെയും നല്ല പെർഫോമൻസ്, പ്രത്യേകിച്ച് സുരാജേട്ടൻ്റെ പേര് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും സുരാജേട്ടൻ്റെ കൂടെ കട്ടക്ക് നിൽക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. വിനീതേട്ടൻ, സുധീറേട്ടൻ എല്ലാവരും ഉണ്ട്. വിനീതേട്ടനും ഞാനായിട്ടുള്ള നല്ല പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ തിയേറ്ററിൽ കാണുക. എന്നിട്ട് 20-ാം തീയതി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലും നമ്മുടെ പേഴ്സണൽ ഇൻബോക്സിലൊക്കെ പറഞ്ഞ് നമ്മളെ അറിയിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരോടും പറയുക, കാണാൻ പറയുക. താങ്ക് യു സോ മച്ച്. തീർച്ചയായും താങ്ക് യു വെരി മച്ച് മോഹൻ. ഇപ്പൊ നല്ലൊരു ലക്കി ബർത്ത്ഡേ ആയിരിക്കട്ടെ ഇത്തവണത്തെ ആശംസിക്കുന്നു. താങ്ക് യു. അങ്ങനെ തോന്നിയത്. പിന്നെ ആകെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ സുരാജേട്ടനെ വെച്ചിട്ടാണ് നമ്മളൊരു വലിയ റിസ്ക് എടുക്കുന്നത് എന്നുള്ളൊരു സംഭവമുള്ളൂ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ ഭാഗ്യമായിട്ട് കണക്കാക്കാം. ബാക്കിയെല്ലാം കയ്യിൽ നിന്ന് പൈസ പോയിട്ടല്ലോ. അല്ല, ഈ സിനിമയുടെ ഒരു കണ്ടന്റ്, ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് എല്ലാ ലാംഗ്വേജിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ കാന്താര എന്ന് പറയുന്ന സിനിമ ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ ആദ്യം 4 സ്ക്രീനിൽ മാത്രമേ ഉള്ളൂ റിലീസ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് 150, 250, 350 ഇവിടെ ഒരു വലിയ ഷെയർ വന്ന ഒരു സിനിമയായി, ഗ്ലോബലി അതൊരു വലിയ ഷെയർ വന്ന സിനിമയായി മാറി. അപ്പം അതൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ സിനിമകൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ളത്. ഇപ്പം എല്ലാ സിനിമകളും നമ്മളിങ്ങനെ സിനിമകൾ നിർമ്മിക്കുമ്പോൾ നമ്മുടെ അതിൻ്റെ ഒരു ഭാഗമാണ് പ്രൊമോഷൻ കൊടുക്കുക, അതിൻ്റെ ഇന്റർവ്യൂസ് കൊടുക്കുക എന്നുള്ളത്. അപ്പം നന്നായി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മുടെ രീതിയിൽ നമ്മുടെ മനസ്സിൽ എന്താണോ അപ്പോൾ ഉത്തരവായിട്ട് വരുന്നത് അത് നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്.
സ്വാഗതം. നമ്മളോട് അങ്ങനെ ചോദിച്ചു, നമ്മൾ നമ്മുടെ പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. എന്തായാലും